ആക്രമണത്തിനായി ഒരുങ്ങിയ ഹിസ്ബുള്ളയുടെ ലെബനിലെ കേന്ദ്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ തച്ചുടച്ചിരിക്കുന്നത്, തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ഇസ്രയേൽ കുടുംബങ്ങളെയും വീടുകളെയും രക്ഷപ്പെടുത്താൻ നടത്തിയ പലതരത്തിലുള്ള ഓപ്പറേഷൻ എന്നാണ് ഇസ്രയേൽ പ്രതിരോധ വകുപ്പ് ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. സംഘർഷഭരിതമാക്കി മാറ്റുകയാണ് ഈ മേഖലയെ മുഴുവൻ. ഈ പ്രശ്നം പല രാജ്യങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നും അത് അസ്ഥിരത സൃഷ്ടിക്കുമെന്നുമാണ് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. നേരത്തെയും പല സാഹചര്യങ്ങളിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും അമേരിക്ക തന്നെ ഏറ്റെടുക്കണമെന്നാണ് ഹസൻ നസ്രുള്ള ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ മാസം ബൈറൂട്ടിൽ തങ്ങളുടെ മുതിർന്ന സൈനിക കമാൻഡർ ഷുവാദ് ഷുക്കൂറിനെ ഇസ്രയേൽ വകവരുത്തി. അതിനുള്ള പ്രതികാരം തങ്ങൾ വീട്ടിയിരിക്കും. അതുതന്നെയാണ് ഞായറാഴ്ചയുണ്ടായ ഹിസ്ബുള്ളയുടെ ഈ ആക്രമണമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇതിനെ പിടിച്ചു നിന്ന് തോൽപ്പിക്കേണ്ട, ഇതിനെ തിരിച്ചടിക്കേണ്ട ഉത്തരവാദിത്തം അത് ഇസ്രയേലിനാണെന്ന് ഇസ്രയേലും വ്യക്തമാക്കുന്നു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിലെ സാധ്യതകൾ എന്ത് എന്നുള്ളത് തേടിയാണ് ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ച സംഘടിപ്പിക്കുന്നത്. ഖത്തറിൽ വെച്ച് പല തവണയായി ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും അതിൽ കൃത്യമായ ഒരു പരിഹാര മാർഗത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഈജിപ്തിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച കൂടി നടക്കുന്നത്. ആ സാഹചര്യത്തിൽ തന്നെ ഞായറാഴ്ച ദിവസം രാവിലെ ഇസ്രയേലിലേക്ക് ഏകദേശം 320-ലധികം കത്യുഷ റോക്കറ്റുകളും മിസൈലുകളുമാണ് പാഞ്ഞെടുത്തത്. ലെബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള മറുപടി ലെബനിലെ 40-ലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ 100ഓളം പോർവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു ഇസ്രയേലും. ഇനി ഒരു കാരണവശാലും സമാനമായ നടപടിയിലേക്ക് കടക്കാൻ പാടില്ല. ഇനി ഒരിക്കൽ ആക്രമണമെന്ന് ചിന്തിക്കുമ്പോൾ തങ്ങൾക്കുണ്ടായ വേദന, നഷ്ടം ഇതൊക്കെ തന്നെ അവർ ഓർക്കണമെന്നാണ് ഹിസ്ബുള്ള മനസ്സിരുത്തി പഠിക്കണമെന്നാണ് ഇസ്രയേൽ നൽകുന്ന പാഠം. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നാവികസേനാംഗം ഡേവിഡ് മോഷെ ബെൻ ഷിത്രത്ത് അദ്ദേഹം ഉൾപ്പെടെ 3 പേർ മരണപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ പറയുന്നത്. 2 പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് ഇസ്രയേലിൽ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏത് സമയം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ലെബനിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചത്. അതനുസരിച്ചുകൊണ്ടാണ് ഈ അടിയന്തരാവസ്ഥ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് കൂട്ടം കൂടി ചേരാൻ പോലും വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമാണുള്ളത്. തങ്ങളുടെ സുരക്ഷയെ കരുതി തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നാണ് ഇസ്രയേലും വ്യക്തമാക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് പല രീതിയിൽ കടൽ മാർഗത്തിലൂടെയാണ് യമനിലെ വിമത വിഭാഗമായ ഹൂതികൾ ഇസ്രയേലിനെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങുന്നത്. ഇസ്രയേൽ എന്നൊരു പേര് കേട്ടാൽ, ആരെങ്കിലും പറയുന്ന കണ്ടാൽ അവരെ ആക്രമിക്കുന്ന നിലപാടാണ് ഹൂതികൾ സ്വീകരിച്ചത്. അതുതന്നെയാണ് ചരക്ക് കപ്പലുകളെ പിടിക്കുന്നതും അവിടങ്ങളിൽ ആക്രമണം നടത്തുന്നതുമായിട്ടുള്ള വാർത്തകൾ ഇക്കഴിഞ്ഞ 10 മാസത്തിനിടയിൽ നാം ഇവരും കേട്ടത്. സമാനമായ സംഭവം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. ക്രൂഡ് ഓയിലുമായി പോയിരുന്ന എണ്ണക്കപ്പലിന് തീ പിടിച്ചൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. ഓഗസ്റ്റ് 23 മുതൽ ഗ്രീസിന്റെ ക്രൂഡ് ഓയിൽ ചരക്ക് കപ്പലായിട്ടുള്ള സൗനിയയിൽ തീ പിടിച്ചു എന്നാണ് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കുന്നത്. കപ്പലിന്റെ പ്രധാന ഡെക്കിൽ നിന്ന് തീയും പുകയും ഉയർന്നു വരുന്നതായി കാണിക്കുന്ന ചിത്രങ്ങളും അധികൃതർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ലെബനിൽ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഒരു ആക്രമണം ഇസ്രയേൽ നടത്തിയപ്പോൾ അതിനുള്ള മറുപടിയായി ഗ്രീക്ക് എണ്ണക്കപ്പലിന് നേരെ ഹൂതി ആക്രമണം നടത്തിയെന്നാണ് കരുതുന്നത്. യമനിലെ ഹൂതികൾ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ റോയിട്ടേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അവർ അത് പുറത്തുവിടുകയും ചെയ്തു. ഇതിലൂടെ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. നേരിട്ട് ആക്രമണം നടത്താൻ ശേഷിയില്ലാത്തതുകൊണ്ട് കടലിലൂടെ കപ്പലുകളെ ആക്രമിച്ചുകൊണ്ട് തങ്ങളുടെ കരുത്ത് തെളിയിക്കുക എന്ന ലക്ഷ്യമാണ് ഹൂതികളും മുന്നിൽ കണ്ടിരിക്കുന്നത്. കപ്പലിൽ 1,50,000 ടൺ അസംസ്കൃത എണ്ണയാണ് ഉണ്ടായത്. ഇത് കടലിൽ പോയാൽ പരിസ്ഥിതിക്ക് വലിയ ദോഷം തട്ടുമെന്നും അധികൃതർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു.